Now, you can mark your attendance now. Anshi, I can't see your face. Anshi? Anshi, okay, sit properly. A camera ശരിക്ക് വെച്ചേ. Yes, miss. Okay. Only 11 participants. Okay. The online students, please. നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയതാണോ? ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം. ഷിഫ്റ്റിൽ ഇവിടെ വരുന്ന കുട്ടികൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആൻസർ പറയണ്ട. ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം പറയാം. നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയതാണോ? യെസ് ഓർ നോ? നോ, കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. മറ്റ് ഷിഫ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് ഓൾറെഡി സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി ഓൺലൈൻ സ്റ്റുഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ഓക്കെ. സോ ഓൺലൈൻ സ്റ്റുഡൻസിന് എവിടെയാണ് പോർഷൻ നിന്നത്? ഞാൻ അനിഹേനെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരാം കേട്ടോ. വെർ ഇസ് അനിഹ മോഹൻ? ആ, ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ അനിഹ, അൺമ്യൂട്ട് ചെയ്തേ. എവിടെ വരെ എടുത്തത്? The clouds affect the weather. The clouds affect the weather. അതുവരെ എടുത്തു അല്ലേ? ഇനി നെക്സ്റ്റ് പോർഷൻ എടുക്കേണ്ടത് the rain affect the weather. Am I correct? ആണോ? Yes, good. Then take page number 172. Page number 172. The rain affect the weather. Dominic Biju, Sangeeta Libin. ആരാണ് ഈ സംഗീത ലിബിൻ? അദ്വൈത്. സംഗീത ലിബിൻ. Who is സംഗീത ലിബിൻ? സംഗീത ലിബിൻ. Who is സംഗീത? Please turn on your video. നിങ്ങളുടെ ഒറിജിനൽ പേരിൽ കയറുക. അമ്മയുടെ ആ പേരിലല്ല കയറേണ്ടത്, കുട്ടിയുടെ പേര് എഴുതുക. കാരണം എനിക്ക് ചാറ്റ് ബോക്സിൽ നിന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ സ്റ്റുഡൻസിന്റെ മാർക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് യഥാർത്ഥ പേരിൽ കയറുക. ഓക്കെ, നോക്കാം. The rain affect the weather. When it rains, the part of the earth on which the rain falls become cool. Farmers welcome the rain when it falls at the right time. Rain is good for crops. However, too much rain can cause floods. Floods damage crops, buildings, and roads. Floods harm living things. Some places in India experience drought due to lack of rain. If droughts last longer, plants, animals, and human beings may die due to lack of food and water. Okay, next one. We already learned that the sun affect the weather, wind affect the weather, and clouds affect the weather. Just like that, rain affect the weather. Nowadays, we are familiar with the calamities that caused by the rain. Heavy rain. Due to heavy rains, we have a lot of, facing. Not faced, we are facing a lot of problems now. You are familiar with that kind of problems here. Now, when it rains, the part of earth on which rain falls become cool. That means, എവിടെയാണോ നമ്മൾക്ക് മഴ ലഭിക്കുന്നത് ആ പ്രദേശത്തെ അന്തരീക്ഷം നല്ല തണുപ്പുണ്ടാവും അല്ലേ? തണുപ്പുണ്ടാവുന്നു. Farmers welcome the rain when it falls at the right time. കൃത്യസമയത്ത് കിട്ടുന്ന, എസ്പെഷ്യലി കേരളം, ഇന്ത്യ ആൾക്ക് അല്ലെ, നമ്മളെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ് അല്ലേ? അഗ്രികൾച്ചർ ബേസ്ഡ് ആയ നമുക്ക് വാട്ടറിന് നല്ല രീതിയിൽ, എസ്പെഷ്യലി പാടി ഫീൽഡ്, ദാറ്റ് മീൻസ് നമ്മുടെ നെൽകൃഷിക്കൊക്കെ ധാരാളം വെള്ളം വേണം. ഓക്കെ, സോ നമ്മൾ മെയിൻലി ആയിട്ട് സീസൺസ് അല്ലേ, നമ്മുടെ വീട്ടിൽ ഓരോ ഫാമേഴ്സിനോട്, കൃഷി ചെയ്യുന്ന അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാം, നമ്മളൊരു മഴ പെയ്തു, നമുക്ക് കപ്പ നടാം, ചേന നടാം അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങള് ഓരോ മഴ വന്നു കഴിയുമ്പോഴാണ്, പുതുമഴ പെയ്തു അല്ലേ, തുലാമഴ പെയ്യുന്നുണ്ട് അല്ലേ, മഴ പെയ്താല് ഇപ്പം മഴ പെയ്താൽ നല്ല വിളവുണ്ടാവും അല്ലേ, കുരുമുളക് പൂക്കാൻ തുടങ്ങുന്ന സമയം, ഇപ്പൊ നല്ലോണം മഴ വേണം. അങ്ങനെ നമ്മുടെ ഓരോരോ കാര്യങ്ങളും കൃഷി
മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലേ അല്ലേ? അപ്പൊ ഈ കഴിഞ്ഞ വർഷം മഴ കുറവായിരുന്നു, അതുകൊണ്ട് ഈ വർഷം വിളവ് കുറഞ്ഞു പോയി പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മുടെ എസ്പെഷ്യലി എപ്പോഴും നമ്മൾ മെയിൻ റിവർ റെയിൻ വാട്ടറിനെയാണ് നമ്മുടെ വാട്ടറിന് വേണ്ടിയിട്ട്. ഒരു വർഷം മഴ നന്നായി പെയ്തില്ല, അളവിൽ തീരെ അളവിൽ മഴ പെയ്തില്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരൾച്ച വരും. എന്നാൽ അധികമായാൽ ഇതും വരും അല്ലേ? കേരളത്തിൽ ഒരുപാട് റിവേഴ്സ് ഉണ്ട്, ഡാംസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? സോ നമ്മുടെ റെയിൻ എന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ഇക്കാലത്ത് നിങ്ങൾക്ക് എല്ലാം നല്ല ഫെമിലിയർ ആണ് അല്ലെ? വളരെയധികം നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഫാമേഴ്സിന് ഇത് നല്ലതുമാണ്, ഒപ്പം അത് മോശമാണ്. എങ്ങനെയാണ് നല്ലതാണ്? കൃത്യസമയത്ത് പ്രോപ്പർ ടൈമിൽ റൈറ്റ് ടൈമിൽ കിട്ടുന്ന റെയിൻ കൊണ്ട് നമുക്ക് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല രീതിയിൽ വിളവ് ലഭിക്കും. വിളവ് ലഭിക്കുമ്പോൾ നമ്മൾക്ക് ധാന്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ എന്താ പറയാ സാധനങ്ങൾ കൊണ്ട് വിറ്റിട്ടല്ലേ നമുക്ക് പൈസ കിട്ടുന്നേ. അപ്പൊ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ രീതിയിൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. അതുപോലെ ഓരോ സാധനങ്ങളും നമ്മൾ ഭൂമിയിൽ കഴിക്കേണ്ട സാധനങ്ങൾ നമ്മൾ നട്ടാല് അതിന് പ്രോപ്പറായ രീതിയിലുള്ള മഴ ലഭിച്ചില്ല എങ്കിൽ, ദാറ്റ് മീൻസ് കുറവാനും പാടില്ല കൂടാനും പാടില്ല, പ്രോപ്പറായ സമയത്ത് പ്രോപ്പർ രീതിയിൽ മഴ ലഭിച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും. So rain is good for crops. However, too much rain can cause flood. കണ്ടോ? എങ്ങനെയാണെങ്കിലും അധികമായാൽ അമൃതും വിഷം എന്ന് പറയല്ലേ അല്ലേ? അധികമായാല് ഈ സംഗീത ലിബിൻ ഇതുവരെ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അതാരാണ്? ഡൊമിനിക് ആൻസൺ. ടേൺ ഓൺ യുവർ വീഡിയോ. ഡൊമിനിക് ഓക്കെ, ആൻസൺ, സംഗീത ലിബിൻ. ലിബിൻ കുട്ടി 3ാം ക്ലാസ്സിൽ ഏതാ കുട്ടിയുള്ളത്? ഇവിടെ പേര് പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുമില്ല. ഓക്കെ, ഇവിടെ പേരുള്ളത് അദ്വൈത്, അനഘ, അനിഹ, ആൻഷി, ഡൊമിനിക്, എറിക്, ഇഫ്ര, ജുവൽ, കുര്യൻ, മാളവിക, മുഹമ്മദ് അഫ്ലഹ്, ആൻസൺ. പിന്നെയും വന്നിരുന്നു സംഗീത ലിബിൻ. ഞാൻ മാർക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യില്ല കേട്ടോ, എനിക്ക് ആരാ ഈ സംഗീത എന്നറിയില്ല. Okay, some places in India experience drought due to lack of rain. If droughts last longer, plants, animals and human beings may die due to lack of food and water. So next problem, first of all flood ആണ്, that is due to heavy rainfall. Then next problem is drought, that means lack of water. വരൾച്ച അല്ലേ? വരൾച്ച എന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയണോ? വെള്ളമില്ലാത്ത അവസ്ഥ എന്താണ്? നമ്മളെല്ലാം ചെറിയ തോതിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണല്ലേ? എന്നാൽ ഇത് വലിയ തോതിൽ ഡ്രോട്ട് അനുഭവിക്കുന്ന, വരൾച്ച അനുഭവിക്കുന്ന കേരളത്തിലെ പ്രദേശവും നോർത്ത് ഇന്ത്യയിലെ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെള്ളത്തിന് വളരെയധികം ക്ഷാമം വരും. ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇതാരാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? കുറെ പിന്നെ സ്ക്വയറും കുറെ ലൗച്ചിനും ഒക്കെ ഇട്ടിട്ട് പ്രസന്റ് നടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സംഗീത എസ് വന്നിട്ടുണ്ട്. സംഗീത കുട്ടി എനിക്ക് ഏത് പേരിലാകരം ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യില്ല. Okay, some places in India drought due to lack of rain. If drought lasts longer, plants, animals and human beings may die due to lack of food and water. അങ്ങനെ ഈ ഡ്രോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, ഭക്ഷണ സാധനങ്ങളൊക്കെ റെയർ ആയിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യം അനുഭവപ്പെടും. നമ്മൾ കേരളത്തിൽ നന്നായി ഡൊമിനിക് സിറ്റ് പ്രോപ്പർലി, കിടക്കല്ലേ മോനെ. ഓക്കെ, ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഭക്ഷണ ദാരിദ്ര്യം വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. വെള്ളം വരും. വെള്ളത്തിന് അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പല സാംക്രമിക പാൻഡമിക് രോഗങ്ങൾ, ഡിസീസസ് വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. സോ പ്രോപ്പർ അളവിലുള്ള പ്രോപ്പർ ടൈമിലുള്ള റെയിൻ നമുക്ക് എപ്പോഴും ഒരു ബ്ലെസ്സിങ്സ് ആണ്, അല്ലാത്ത നമുക്കൊരു മോശം തന്നെയാണ്. നെക്സ്റ്റ്, വെദർ എഫക്ട് അവർ ലൈഫ്സ്. Next we can learn how weather affect our lives. What we eat, wear and enjoy depend upon the weather. കണ്ടോ, നമ്മൾ എന്താണ് ഭക്ഷിക്കുന്നത്, എന്താണ് ധരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സന്തോഷത്തോടെയാണോ ബുദ്ധിമുട്ടോടു കൂടിയാണോ ജീവിക്കുന്നത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് വെതറാണ്. ക്ലിയർ?
വാട്ട് വി ഈറ്റ്, വിയർ ആൻഡ് എൻജോയ് ഡിപ്പെൻഡ് ഓൺ വെദർ. കാലാവസ്ഥയാണ് നമ്മളുടെ ഭക്ഷണ രീതിയെയും ജീവിത രീതിയെയും ജീവിത സന്തോഷങ്ങളെ പോലും. നല്ല മഴയുള്ളപ്പോൾ നമുക്ക് കളിക്കാൻ പോകാൻ പറ്റുമോ പുറത്ത്? നല്ല ചൂടുള്ളപ്പോൾ നമുക്ക് പുറത്ത് പോയി കളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഭയങ്കര ചൂടാ, ഇപ്പം കളിക്കാൻ പോകണ്ട. അനിഹ, ലിസൺ ഹിയർ. അനിഹ, ഹൂ ഇസ് ദർ? ലിസൺ ദ ക്ലാസ്. ഓക്കെ. സോ അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താണ്? വെതറാണ്, കാലാവസ്ഥയാണ്. In place where it rains a lot, people grow and eat rice because the crop of rice needs a lot of water. Clear? നമ്മൾക്ക് ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലത്ത് നമുക്ക് പാടി കൾച്ചർ, റൈസ്, ഓക്കെ, നെൽകൃഷി നടത്താൻ പറ്റും. കാരണം നമ്മുടെ കേരളത്തിലെ മെയിൻ ഫുഡ് എന്ന് പറയുന്ന റൈസ് തന്നെയാണല്ലേ. അപ്പൊ കേരളത്തിൽ ധാരാളമായ റെയിൻഫോൾസ് ഉള്ളത് കൊണ്ട് we can grow rice, paddy, and we will get enough rice. If there is no proper rainfall, we cannot depend upon rice. അല്ലേ? Anson, sit properly. Shifana, turn on your video. Shifana AG. ഇപ്പോഴും സംഗീത ലിബിൻ ഓഫാണ്. അതാരാണ്? ഏത് കുട്ടിയാണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മിസ്സിന് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ. സംഗീത ലിബിൻ. What we eat, wear and enjoy depend on the weather. In place where it rains a lot, people grow and eat rice because the crop of rice need a lot of water. Find out what people living in places with different kinds of weather wear. നിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ഫൈൻഡ് ഔട്ട് വാട്ട് പീപ്പിൾ ലിവിങ് ഇൻ പ്ലേസസ് വിത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെദർ വിയർ. നമുക്ക് എസ്പെഷ്യലി മഴക്കാലത്തിന് ഡ്രസ്സ്, ചൂടുകാലത്തിന് ഡ്രസ്സ്, തണുത്ത കാലത്തിന് ഡ്രസ്സ്, അങ്ങനെയൊന്നും ഇല്ല അല്ലേ. ഏകദേശം നമ്മൾ മഴയത്ത് നല്ല പട്ടുസാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കോസ്റ്റ്ലി ഡ്രസ്സ് ഒന്നും ഇടില്ല. പെട്ടെന്ന് ഡ്രൈ ആവുന്ന പോളിസ്റ്റർ ഡ്രസ്സൊക്കെ ഉപയോഗിക്കും അല്ലേ. റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും വലിയ എഫക്റ്റ് വരുന്നില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നോർത്ത് ഇന്ത്യ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എക്സ്ട്രീം വിന്ററും തണുപ്പും വരും, എക്സ്ട്രീം ഹോട്ടും വരും. ഓക്കെ, നല്ല തണുപ്പുള്ള സമയത്ത്, അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ സ്കൂളിലെ യൂണിഫോം കുട്ടികൾക്ക് വേറെ തന്നെയാണ്. അവർക്ക് ഒരു തണുപ്പിന്റെ ഉടുപ്പ് ആദ്യം ഇടും, അതിന്റെ മേലെ തണുപ്പിന്റെ യൂണിഫോമിന്റെ സാധാരണ യൂണിഫോം ഉണ്ടാവും, അതിന്റെ മേലെ സ്വെറ്റർ ഉണ്ടാവും, തലയിലൊക്കെ മങ്കി ക്യാപ്പും കയ്യിൽ ഗ്ലൗസും ഷൂവും സോക്സും എല്ലാം വേണം. ഓക്കെ, ഇല്ലാണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. നമ്മുടെ ചന്ദ്രനിൽ പോകുന്ന പിള്ളേരെ പോലെ ഇരിക്കും അവർ ഡ്രസ്സ് തേച്ച് പുറത്തിരിക്കുന്ന കണ്ടാൽ. കാരണം അത്രയധികം ചൂടുണ്ട്. അവർ ആ ഗ്ലൗസ് ഊരി അവരുടെ ഭിത്തിയിലൊക്കെ തൊട്ടാൽ എന്ത് പറ്റും? അവരുടെ കൈ വേദനിക്കും. ഓക്കെ, അത്രമാത്രം പരിസരം ഭയങ്കര തണുപ്പായിരിക്കും. അവർക്ക് ഈ എക്സ്ട്രീം വിന്റർ സമയത്ത് സൂര്യനെ കാണാത്ത ദിവസങ്ങളുണ്ടാവും. നട്ടുച്ചയ്ക്ക് പോലും നേരം വെളുത്ത നമ്മുടെ ഇവിടെയൊക്കെ നേരം വെളുത്ത് വരുന്ന ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഒരു ഇരുട്ടൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് അവിടെ. അങ്ങ് മിസ് ഒരു 10 വർഷത്തോളം അവിടെ ഉണ്ട്, അതുകൊണ്ട് നേരിട്ട് അനുഭവിച്ചതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. സോ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രസ്സ് ഒന്നുമില്ല. അപ്പോൾ അവർ ഈ കാലയളവിലൊക്കെ പ്രത്യേക ഡ്രസ്സ്, പുറത്തിറങ്ങുമ്പോഴും എവിടെയും ഒക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് വീട്ടിനുള്ളിൽ പോലും മിസ് പറഞ്ഞല്ലോ, അവർ കിടന്നുറങ്ങണമെങ്കിൽ ക്വിൽറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ചെറിയ ബെഡ്, ഒരു 7-8 കിലോ ഉണ്ടാവും ആ സാധനം. ചെറിയ ബെഡ്. നമ്മൾ എപ്പോഴേലും ബെഡ് പൊച്ച് കിടന്നുറങ്ങുമോ? ബെഡ് പൊച്ച് കിടന്നുറങ്ങാൻ പറ്റുമോ നമുക്ക്? ആരാണ്? ആൻഷി എന്തിനാണ് കൈ ഉയർത്തിയത്? ആൻഷി, ആൻഷി, വാട്ട്സ് ദ പ്രോബ്ലം? അൺമ്യൂട്ട് ചെയ്തേ. പക്ഷെ ഇവിടെ ചിത്രം കണ്ടിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. ദെൻ അപ്പോൾ എന്നാൽ സമ്മർ വരുമ്പോഴോ എക്സ്ട്രീം ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റൂല. അതുപോലത്തെ ചൂടാണ് അവിടെ. രാത്രിയാകുമ്പോൾ തന്നെ ആൾക്കാർ വീടിന്റെ ടെറസിന്റെ മുകളിൽ പോയിട്ടാ കിടന്നുറങ്ങുന്നത്. ഒരു കൊതുവലയും കെട്ടി, കാരണം നല്ലോണം കൊതുക് ഉണ്ടാവും. കൊതുവലയും കെട്ടി എല്ലാവരും വീടിന്റെ ടെറസിന്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത്. വീടിന്റെ അകത്തൊന്നും അല്ല. വീടിനകത്തൊന്നും ചൂട് കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. AC ഒക്കെ ഉണ്ടാവും. ഇൻ കേസ് ഒരു 2 മിനിറ്റേക്ക് പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് അറിയാമോ? കാരണം ഫുൾ എല്ലായിടും തന്നെ AC ഒക്കെ വെച്ച് ഇതാക്കിണ്ടാവും. അപ്പൊ അധികം പേരും നോർമലി എല്ലാവരും തന്നെ ടെറസിന്റെ മുകളിലെ കൊതുവലയൊക്കെ വിരിച്ചിട്ടാ കിടക്കുക. അതൊരു കാഴ്ച തന്നെയാണ്. എല്ലാ ടെറസിന്റെ മുകളിലും കാണാൻ
കാണാം, ഇങ്ങനെ മോസ്കിറ്റോ നെറ്റ് ഇങ്ങനെ പലതരത്തിലുള്ള മോസ്കിറ്റോ നെറ്റ്സ് ഇങ്ങനെ രാത്രി കാണാം. കാരണം അന്നേരം കാറ്റ് കിട്ടുമല്ലോ, അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. ഒരു ഭാഗം നമ്മൾ കേരളീയർ വളരെ ലക്കിയാണ്. നമുക്ക് ചൂടൊക്കെ എടുക്കും, പക്ഷെ കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടൊന്നും നമുക്ക് വരുന്നില്ലല്ലോ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡിഫറെന്റ് കാലാവസ്ഥയിലെ ആളുകൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ചിത്രം കളക്ട് ചെയ്തിട്ട് എഴുതി ഒട്ടിക്കണം കേട്ടോ നോട്ടില്. The weather decide the type of house we live. ഒന്നാമത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നു, രണ്ടാമത്തെ നമ്മൾ ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയാണെന്ന് കാലാവസ്ഥ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ദ വെദർ ഡിസൈഡ്സ് ദ ടൈപ്പ് ഓഫ് ഹൗസ് വി ലിവ് ഇൻ. ഏത് തരത്തിലുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കേണ്ടതെന്ന് കാലാവസ്ഥയാണ് തീരുമാനിക്കുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വീടുകൾ നമ്മൾ സ്റ്റൈലിന് വേണ്ടി പണിതുയർത്തുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ, in very cold places, the heavy rain or snowfall, people build house with a sloping roof. എന്താണ് മെയിൻ ഡിഫറൻസ്? സ്ലോപ്പിംഗ് റൂഫ് ആയിരിക്കും, ചെരിഞ്ഞ റൂഫ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ മഴവെള്ളം വന്ന് നമ്മളെ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ മഴവെള്ളം വന്ന് അവിടെ കെട്ടിക്കിടക്കും അല്ലേ, അതിന് ലീക്ക് ഉണ്ടാവും. എപ്പോഴും മഴയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളം ഒഴുകി പോകാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ഫ്ലാറ്റായ സർഫസ് ഉള്ള ഹൗസാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കത് ലീക്ക് വരാനുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാൽ സ്ലോപ്പായ റൂഫാണ് ഉള്ളതെങ്കിൽ ഈ വെള്ളം വന്നു അത് അതുപോലെ അങ്ങ് ഒഴുകി പൊക്കോളും. സോ ദ വെദർ ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് ഹൗസ് വേ ലിവ് ഇൻ. In very cold place, with heavy rain or snowfall, people build house with sloping roofs. Next one is foggy and stormy weather can cause accident. ഇനി അടുത്ത പ്രശ്നം, foggy and stormy weather can cause accident. എന്തൊക്കെയാണ് നമുക്ക് ആക്സിഡന്റ് വരുത്താനുള്ള കാരണം? ഫോഗി. നമ്മൾക്ക് ഇപ്പൊ ആ ഫോഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി മനസ്സിലാവില്ല. രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു മൂടൽ മഞ്ഞും ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ നോർത്തിൽ ഇപ്പൊ നിങ്ങൾ ന്യൂസ് കേൾക്കുന്നവരാണെ നിങ്ങൾക്ക് മനസ്സിലാവും, ഡൽഹിയിലൊക്കെ മൂടൽ മഞ്ഞിന്റെ എഫക്റ്റ് അല്ലേ വളരെയധികം കൂടിയിരിക്കുന്നു, അന്തരീക്ഷ മലിനീകരണം വളരെയധികം കൂടിയിരിക്കുന്നൊക്കെ ന്യൂസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്താണ് ഇത്? അവിടുത്തെ ഒരു റീസൺ പറയുന്നത് ഓൾറെഡി അന്തരീക്ഷത്തില് പിന്നെ വാട്ടർ വേപ്പർ കാരണം ഫോഗ് ഉണ്ട്, അതിൻ്റെ കൂടെ നെക്സ്റ്റ് സ്ഥലത്തുള്ള ഫാമേഴ്സ് അഗ്രികൾച്ചറിന്റെ വേസ്റ്റ് ഒക്കെ കത്തിക്കുമ്പോൾ ആ സ്മോക്കും വരും. പിന്നെ ടൗൺ അല്ലേ, ടൗണിലെ എല്ലാ വീട്ടിൽ നിന്നും വരുന്ന വേസ്റ്റ് എല്ലാം കൂടെ പ്രശ്നമായിട്ട് അന്തരീക്ഷമാണ്. അവിടെ പോയാൽ നമുക്ക് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഈ ശരിക്കും മിസ് ഉണ്ടായിരുന്നത് ഹരിയാനയാണ്, അംബാല ഹരിയാനയാണ്. അവിടെയൊക്കെ തന്നെയാണെങ്കിൽ പോലും ഡൽഹിയിൽ എക്സ്ട്രീം ആണ്, ഹരിയാന അത്രയ്ക്കില്ല. നമ്മുടെ തൊട്ടടുത്ത ആൾക്കാർ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ അടുത്ത് ആളെത്തി നമുക്ക് ഈ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അത്രമാത്രം ഫോഗി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ വണ്ടികളൊക്കെ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് പോവുക എങ്കിലും പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല വണ്ടി അടുത്തെത്തിയോന്ന്. അപ്പൊ ഒരുപാട് ആക്സിഡന്റുകൾ സംഭവിക്കുന്ന സമയമാണ്. പിന്നെ സ്ട്രോമി വെതർ, ഈ കാറ്റൊക്കെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലേ, ഓൾറെഡി വി ആർ അവെയർ ഓഫ് ദാറ്റ്. ബിക്കോസ് നമ്മുടെ ടി വിയിലായാലും എല്ലാ കാര്യങ്ങളിലും പത്രമൊക്കെ എടുത്തു നോക്കിയാലും ഇപ്പോഴത്തെ കാറ്റത്തും മഴയത്തും സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചാണല്ലേ. ഇപ്പം പറയും ന്യൂനമർദ്ദം, പല പേരുകളിൽ ഇപ്പൊ അറിയപ്പെടുന്നില്ലേ, പല തരത്തിലുള്ള ന്യൂനമർദ്ദങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട്. Okay, travel, sports and outing become difficult in such weather. യാത്രയും സ്പോർട്സും അതുപോലെ നമ്മുടെ പുറത്തു പോകുന്ന കാര്യങ്ങളും എല്ലാം വളരെ വിഷമമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇതില് നിങ്ങൾക്ക് കുട്ടികളുടെ ഒച്ച വല്ലാണ്ട് വരുന്നുണ്ടോ? ഷോമി വർത്താം, പുറമേ നിന്നുള്ള കുട്ടികളുടെ സൗണ്ട് വരുന്നുണ്ടോ? 1 minute, ഞാനിപ്പം വരാം. Okay, foggy and stormy weather can cause accidents. Travel, sports and outing become difficult in such a weather. Then ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നോട്ട് മിസ്
ഓക്കെ, നാളെ അങ്ങനെ അയച്ചു തരാൻ നോക്കാം. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, അത് അയച്ചു തരാൻ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, എനി ഡൗട്ട്? എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കും ഒരു സമയം ഇഫ്രായിക്കില്ല, ദെൻ ആൻസണില്ല. ഓക്കെ, ക്ലിയർ? ഷിഫാന, എ ജി, അദ്വൈത്, അഫ്ലവ്, അനീറ്റ, യെസ്, ഡൊമിനിക് അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്തേ. പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ ഇനി. മിസ് എന്തിന്റെ പിക്ചർ വരയ്ക്കാനാ പറഞ്ഞേ? പിക്ചർ വരയ്ക്കാനല്ല, പിന്നെ ഡിഫറെന്റ് പിന്നെ കാലാവസ്ഥയിലും മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഡ്രസ് ഇല്ലേ, അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒട്ടിക്കാനാ പറഞ്ഞു. ക്ലിയർ? യെസ്, അനിഹ അൺമ്യൂട്ട് ചെയ്തോ. മിസ് ചെക്ക് പോയിന്റ് നമ്മൾ തന്നെ എഴുതണോ? ഓക്കെ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? In nature too, water exists in how many forms? Water and then cycle refers to sun. Okay. ഇത് ടെസ്റ്റിനകത്തുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ടെസ്റ്റിനകത്തുള്ളത് തന്നെയാണ്. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് കുട്ടികളെ അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, മിസ് ഡയറക്റ്റ് കൊടുക്കല്ല, അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ഒക്കെ അവരെ കൊണ്ട് ഡയറക്റ്റ് എഴുതിക്കും. ഞാൻ ഫെയർ നോട്ട് പിന്നീട് മൺഡേ സാറ്റർഡേയിലേ കൊടുക്കുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ക്ലാസ്സിൽ നിന്നും അവരെ കൊണ്ട് സ്വയം എഴുതിപ്പിക്കുക ചെയ്യാം. തെറ്റിയാലും കുഴപ്പമില്ല, മിസ്സിന്റെ തിരുത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അവരെ കുട്ടികളെ കൊണ്ട് ഞാൻ തന്നെ സ്വയം ചെയ്യിപ്പിക്കുക ചെയ്യുന്നതല്ല. നിങ്ങളും ചെയ്ത് നോക്ക്. ഡൗട്ട് ഉണ്ടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ്, ഞാൻ നോട്ട് അയച്ചു തരും, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മിക്കവാറും എക്സാം ഉണ്ടാവും. എക്സാം ഉണ്ടെങ്കിൽ ഓക്കെ മിസ് പറയാം, നിങ്ങൾ എന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഓക്കെ, സോ കംപ്ലീറ്റ് ദ നോട്ട്. ഓക്കെ, then tata, bye bye, see you in the next class.